ഉത്തർപ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ആശങ്കപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നിലനിൽപ്പ്. 8 സമാജ്വാദി പാർട്ടി MLA-മാരാണ് കൂറുമാറി വോട്ട് ചെയ്തത്. UP-യിൽ 8 സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനും BJPക്ക് സാധിച്ചു. അഖിലേഷ് യാദവിന് വൻ തിരിച്ചടികളാണ് ലഭിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ ചീഫ് വിപ്പായ മനോജ് കുമാർ പാണ്ഡെയും കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. അഖിലേഷിന്റെ വിശ്വസ്തനാണ് പാണ്ഡെ. ചൊവ്വാഴ്ച മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ അദ്ദേഹം കാണുകയും ചെയ്തു. ഈ ആഴ്ച തന്നെ അദ്ദേഹം BJPയിൽ ചേർന്നേക്കും. അഖിലേഷിന് വ്യക്തിപരമായി ഉണ്ടായ തിരിച്ചടി കൂടിയാണിത്. അഖിലേഷിനൊപ്പം എപ്പോഴും ഉറച്ചു നിൽക്കുന്ന നേതാവാണ് പാണ്ഡെ. അഖിലേഷിന്റെ വിശ്വസ്തൻ എന്ന് തന്നെ പറയാം. അദ്ദേഹം BJPയിലെത്തിയാൽ അത് കോൺഗ്രസിനാണ് ഏറ്റവും വലിയ വെല്ലുവിളിയാകാൻ പോകുന്നത്. സോണിയാഗാന്ധിയുടെ റായ്ബറേലി പിടിക്കാൻ BJPക്ക് ലഭിച്ചിരിക്കുന്ന സുവർണാവസരമാണിത്. UP-യിൽ കോൺഗ്രസിന്റെ അവസാന കോട്ടയാണിത്. സോണിയ രാജസ്ഥാനിൽ നിന്ന് മത്സരിച്ച് രാജ്യസഭയിലെത്തിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. എന്നാൽ കോൺഗ്രസിന്റെ വിജയസാധ്യത ഇവിടെ കുറവാണ്. മനോജ് കുമാർ പാണ്ഡെ ഉൻചാഹർ മണ്ഡലത്തിൽ നിന്നുള്ള MLA-യാണ്. റായ്ബറേലി ലോക്സഭാ സീറ്റിന്റെ ഭാഗമാണ് ഈ മണ്ഡലം. ഒന്നുകിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക എന്നതാണ് ഇവിടെ കോൺഗ്രസ് പരിഗണിക്കുന്ന പേരുകൾ. 1951 ശേഷം കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ 3 തവണ മാത്രമാണ് പരാജയപ്പെട്ടത്. ഇത്തവണ BJP ആരെ ഇവിടെ മത്സരിപ്പിക്കുമെന്നതിന് ഉത്തരമാണ് പാണ്ഡെയിലൂടെ ലഭിച്ചിരിക്കുന്നത്. അമേഠിയിലൂടെ ആദ്യത്തെ ഗാന്ധി കോട്ട BJP സ്വന്തമാക്കി. ഗാന്ധി കുടുംബത്തെ പൂർണ്ണമായും പരാജയപ്പെടുത്തുകയാണ് BJP ലക്ഷ്യമിടുന്നത്. 2019-ൽ UP-യിൽ BJP തരംഗം ആഞ്ഞടിച്ചപ്പോഴും റായ്ബറേലി കോൺഗ്രസിനൊപ്പമായിരുന്നു. 2022-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉൻചാഹർ BJPക്ക് ലഭിച്ചില്ല. ഇതും BJP തരംഗമുണ്ടായ സമയത്ത് തന്നെയായിരുന്നു. പാണ്ഡെ മാത്രമല്ല കോൺഗ്രസിന് വെല്ലുവിളിയാവുക. SP-യിൽ നിന്ന് ക്രോസ് വോട്ട് ചെയ്ത MLA രാകേഷ് പ്രതാപ് സിംഗ്, അഭയ് സിംഗ് എന്നിവർ ഗാന്ധി കുടുംബത്തിന് വെല്ലുവിളിയാകും. പ്രതാപ് സിംഗ് ഗൗരിഗഞ്ച് MLA-യാണ്. ഇത് അമേഠി മണ്ഡലത്തിലാണ്. അഭയ് സിംഗ് അതുപോലെ ഗോസായിഗഞ്ചിലെ MLA-യാണ്. ഇത് അയോധ്യയിലാണ്. അമേഠിയുമായി അടുത്താണ് ഇത് നിലനിൽക്കുന്നത്. ഇവർ രണ്ടും താക്കൂർ നേതാക്കളാണ്. വലിയ സ്വാധീനം ഇവർക്ക് മണ്ഡലത്തിലുണ്ട് താനും. രാഹുൽ അമേഠിയിൽ നിന്ന് മത്സരിച്ചാൽ അത് ഇത്തവണ ഒട്ടും എളുപ്പമാകില്ല. കരുത്തർ BJPക്കൊപ്പമുണ്ട്. റായ്ബറേലിയിൽ വോട്ട് കുറഞ്ഞു വരുന്നതും കോൺഗ്രസിനുള്ള ആശങ്ക തന്നെയാണ്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ വയനാട് മണ്ഡലത്തിൽ വമ്പൻ മാറ്റത്തിന് സാധ്യതയെന്നാണ് റിപ്പോർട്ട്. ഇവിടെ രാഹുൽ മത്സരിച്ചേക്കില്ലെന്നാണ് സൂചനയും. അങ്ങനെയെങ്കിൽ മുതിർന്ന നേതാവും UDF കൺവീനറുമായ MM ഹസന് നറുക്കു വീണേക്കാം. സത്യത്തിൽ രാഹുലിന് കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലമാണ് വയനാട്. വിജയം ഉറപ്പായും പ്രതീക്ഷിക്കുന്നുമുണ്ട്. എന്നിട്ടും രാഹുൽ ഇവിടെ മത്സരിക്കുന്നില്ലെങ്കിൽ വരാൻ പോകുന്നത് BJPക്കുള്ള 8ന്റെ പണിയാകുമെന്ന് നിസ്സംശയം പറയാം.